Hi, hello, namaskaram. Welcome back, everybody. This is Srinath Nandipulam, the greatest of all time, a Venkat Prabhu hero. Talapati is God. ഒരു തമിഴ് പടമാണ്. വിജയ് അണ്ണനാണ് നായകൻ. ഈ സിനിമ ഞാൻ വളരെയധികം ആന്റിസിപ്പേറ്റ് ചെയ്ത സിനിമയാണ്. അതിന് കാരണമുണ്ട്, വെങ്കട്ട് പ്രഭു എന്ന് പറഞ്ഞ സംവിധായകന്റെ ഇതിന് മുമ്പത്തെ സിനിമ മാനാട് എന്ന് പറഞ്ഞ പടം, അത് എ വെങ്കട്ട് പ്രഭു പൊളിറ്റിക്സ് എന്ന പേരിലാണ് ബ്രാൻഡ് ചെയ്യപ്പെട്ടത്. അതൊരു കിടിലം പടമായിരുന്നു. എനിക്ക് തിയേറ്ററിൽ ഭയങ്കര എക്സ്പീരിയൻസ് എന്നൊരു സിനിമയായിരുന്നു. ടൈം ലൂപ്പൊക്കെയാണ് അതിന്റെ കൺസെപ്റ്റ് എങ്കിലും അതിൽ വെങ്കട്ട് പ്രഭു പറയാൻ ശ്രമിച്ച കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ വെങ്കട്ട് പ്രഭുവിന്റെ വിജയ് പടം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കിടിലൻ സംഭവം ഉണ്ടാവുമെന്ന് വെച്ചിട്ട് കാണാൻ വന്നതാണ്. അപ്പൊ ഞാൻ ആദ്യമേ പറയട്ടെ, നിങ്ങൾക്ക് വിജയ് എന്ന് പറഞ്ഞ നടൻ ഇഷ്ടമാണെങ്കിൽ, വിജയുടെ ഒരു കടുത്ത ആരാധകനാണെങ്കിൽ ഈ സിനിമ പോയി കാണാൻ ആരുടെയും റിവ്യൂ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഓൾറെഡി നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ വിജയ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയും കാണേണ്ട കാര്യമില്ല. കാരണം ഈ സിനിമ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അങ്ങനെ അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ തുറന്ന് കണ്ടോളൂ. മറ്റേ ഫാൻസും കണ്ടോളൂ, എന്നെ തെറിന്ന് വിളിക്കരുത്. കാരണം എനിക്ക് ഈ പടം വർക്കായില്ല. ഇതിന്റെ കംപ്ലീറ്റ് കുറ്റവും ഞാൻ വെങ്കട്ട് പ്രഭു എന്ന് പറഞ്ഞ സംവിധായകന് മാത്രമേ കൊടുക്കുള്ളൂ. കാരണം വിജയ് എന്ന് പറഞ്ഞ ആക്ടർ നിങ്ങൾ ഈ സിനിമ കാണുകയാണെങ്കിൽ കണ്ടാൽ മനസ്സിലാവും, അങ്ങേര് ഈ സിനിമയ്ക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് ആള്. പക്ഷെ അത് നല്ല രീതിയിൽ എഴുതി സംവിധാനം ചെയ്ത് നല്ലൊരു ഔട്ട്പുട്ട് നമ്മൾക്ക് തരേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? സംവിധായകനാണ്. അത് അങ്ങേര് മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല. വെങ്കട്ട് പ്രഭുവിന്റെ മേലിൽ എനിക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത് ആള് നശിപ്പിച്ചു. സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. വിജയ് എന്ന് പറഞ്ഞ ആക്ടർ അങ്ങേരുടെ ഒരു എഫർട്ട് ഉണ്ടല്ലോ, അതിനെ നന്നായിട്ട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. വളരെ നന്നായിട്ട് തന്നെ ആള് ശ്രമിച്ചിട്ടുണ്ട് ചെയ്യാൻ. രണ്ടാമത്തെ കാര്യം, ഡി ഏജിങ് ടെക്നോളജി ഉപയോഗിച്ചതാണ്. ഈ ട്രെയിലർ കണ്ടവർക്കറിയാം, ഇതിൽ രണ്ട് വിജയ് ഉണ്ട്, ഒരു അച്ഛനുണ്ട്, ഒരു മകനുണ്ട്. ഈ മകന്റെ തന്നെ രണ്ട് ലുക്ക് കാണിക്കുന്നുണ്ട്. ഒരു ടീൻ ഏജുകളിലുള്ള ഒരു ലുക്ക് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു 20-ന് ശേഷമുള്ള ലുക്കും കാണിക്കുന്നുണ്ട്. ഈ 20-ന് ശേഷമുള്ള ലുക്കിന്റെ ഡി ഏജിങ് കിടിലാണ്. ടീനേജിലത്തെ ഡി ഏജിങ് അത്ര പോരാന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഈ 20-ന് ശേഷമുള്ള ഡി ഏജിങ്, അതും നല്ല സ്ക്രീൻ ടൈം ഉള്ള ഒരു ക്യാരക്ടർ വളരെ കിടലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഒരു ഇന്ത്യൻ സിനിമയെ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ ഭംഗിയിൽ കിടിലായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കി സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും മര്യാദയ്ക്കാവാണ്ട് ഇത് മാത്രം നന്നായിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഇതൊരു സ്റ്റാർ വെഹിക്കിളാണ്. ആർട്ടിസ്റ്റിക് എക്സലൻസ് ഒന്നും നോക്കേണ്ട ഒരു സിനിമയല്ല. വിജയ് എന്ന് പറഞ്ഞ ആ താരത്തിന്റെ സ്റ്റാർഡം പരമാവധി ഊറ്റിയെടുത്ത് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സിനിമയുടെ ഉദ്ദേശം. അത് കറക്റ്റായിട്ട് വർക്കാവണമെങ്കിൽ അതിന് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേണം. യുവാൻ ശങ്കർ രാജയുടെ കഴിവിനെ പറ്റി നമ്മൾക്ക് ആർക്കും സംശയമില്ല. പക്ഷേ ഈ പടത്തിൽ മൂപ്പരുടെ മ്യൂസിക് വളരെ മോശമായിരുന്നു. അതായത് ഒരു സ്ഥലത്ത് പോലും വിജയുടെ ഒരു നമുക്ക് കയ്യടി കിട്ടേണ്ട, ഭയങ്കര ത്രസിച്ച് നിൽക്കേണ്ട ഒരു ഏരിയയിൽ പോലും അങ്ങേരുടെ മ്യൂസിക് അതിനെ എലിവേറ്റ് ചെയ്യണില്ല. 1-2 സ്ഥലത്തൊക്കെയാണ് ഭയങ്കര കിടായിട്ട് തോന്നിയത്, അല്ലാത്തൊക്കെ പോരായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് യുവാന്റെ ചോയ്സ് ഓഫ് സ്കോർ അത്യാവശ്യം മോശമായിരുന്നു. അതുപോലെ തന്നെയാണ് പാട്ടുകളും. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയ്ക്കും ചാർട്ട് ബസ്റ്റേഴ്സിലൊന്നും കയറാത്ത വിജയ് സോങ്സ് ഉള്ള ഒരു മൂവി ഇതായിരിക്കും. പിന്നെ പടത്തിലൊരു ലോഡ് റെഫറൻസ് ഉണ്ട്. പഴയ കുറെ വിജയ് പടങ്ങളുടെ റെഫറൻസ് ഉണ്ട്, പഴയ കുറെ തമിഴ് സിനിമയ്ക്ക് റെഫറൻസ് ഉണ്ട്. ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ കണ്ടിരിക്കാൻ കുഴപ്പമുണ്ടാവില്ല. എനിക്ക് ആ റെഫറൻസുകളൊക്കെ വന്നൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. റെഫറൻസുകളുടെ എണ്ണത്തിൽ കൂടുതലായിരുന്നു, എന്നാൽ പോലും ആ റെഫറൻസുകൾ വന്നതൊക്കെ നൈസായിരുന്നു. നല്ല രസത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒന്നും ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ടൊന്നും തോന്നുന്നില്ല. അത് വന്ന സമയമൊക്കെ നൈസായിരുന്നു. പിന്നെ പെർഫോമൻസുകൾ എന്ന് പറഞ്ഞാലും ഭയങ്കര എക്സെപ്ഷണൽ പെർഫോമൻസുകൾ എന്ന് പറയാൻ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ സ്ക്രീൻ പ്ലേ വൺ ലെറ്റ് ഡൗൺ ആണ്. ഇതിലത്തെ ക്യാരക്ടേഴ്സ് തമ്മിൽ ഇഷ്യൂ ഉണ്ടാകുന്നതിന്റെ റീസൺസ്, അതായത് കോൺഫ്ലിക്റ്റുകൾ വരണതിന്റെ റീസൺസ് ഒക്കെ ചില സമയത്തൊക്കെ വൻ കോമഡിയാണ്. പിന്നെ അതില് വില്ലൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കഥാപാത്രം, അതിന്റെ റൈറ്റിംഗ് ഒക്കെ എന്താ പറയാ, ഭയങ്കര ക്ലീശയാണ്. കുറെ കാര്യങ്ങളൊക്കെ ക്ലീശ ആയതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾക്ക് അത് കാണുമ്പോൾ ഒരു കൺവിൻസിങ് ആവണല്ലോ. ഇപ്പൊ ലോജിക്ക് വേണ്ട, ക്ലീശ ആയിക്കോട്ടെ, പക്ഷെ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ലോകേഷ് കനകരാജ് ലിയോ എന്ന് പറഞ്ഞ പടം, ആ പടത്തിന്റെ സെക്കൻഡ് ഹാഫിനെ പറ്റി പലർക്കും പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. ലിയോയിൽ ഈ വിജയ് എന്ന് പറഞ്ഞ ആക്ടറുടെ ടൈറ്റിൽ കാർഡ്, നമ്മുടെ അനിരുദ്ധ് കമ്പോസ് ചെയ്ത മാസ്റ്ററിലത്തെ BGM ആണ് ഇപ്പൊ വിജയുടെ ഏത് സിനിമയിലത്തെ ടൈറ്റിൽ കാർഡ്. ആ ടൈറ്റിൽ കാർഡ് വരുമ്പോൾ നമുക്ക് വരുന്നൊരു രോമാഞ്ചം ഉണ്ടല്ലോ. ഞാൻ ഒരു വിജയ് ഫാൻ എന്നല്ല, ഞാൻ ഒരു ഹാർഡ് കോർ വിജയ് ഫാനേ അല്ല. പക്ഷെ ഞാൻ ആ ടൈറ്റിൽ കാർഡ് കണ്ടിട്ട് എനിക്ക് ചുരുക്കി രോമാഞ്ചം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു പ്രസന്റേഷൻ പോലും എന്താ പറയാ ഈ സിനിമയിൽ വിജയ്ക്ക് കിട്ടിയിട്ടില്ല. ഇതിലും ടൈറ്റിൽ കാർഡ് വരുമ്പോൾ എനിക്ക് ലിയോയിലൊന്നും കിട്ടിയ പോലത്തെ ആ രോമാഞ്ചൊന്നും കിട്ടിയിട്ടില്ല. ഞാനൊരു ഫാനല്ല, എന്നിട്ട് എനിക്ക് ലിയോയിൽ കിട്ടിയത് ഞാൻ പറയണേ.
ഒരു സ്റ്റാറിനെ പ്രസന്റ് ചെയ്യുന്നതിലൊക്കെ ഭയങ്കരമായിട്ട് ഫെയിലായി പോയ പടമാണ് ഗോട്ട്. പിന്നെ ആ പേരിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ പോലും അല്ല ഇതിന്റെ സ്ക്രിപ്റ്റ്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഞാൻ വിചാരിച്ച ഇതിന്റെ കഥ ഞാൻ വെറുതെ ഗസ്റ്റ് അടിച്ചപ്പോൾ ടീച്ചറൊക്കെ കണ്ടപ്പോൾ ഗസ്റ്റ് അടിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ടൈം ട്രാവൽ മൂവിയൊക്കെ ആയിരിക്കും. കാരണം വെങ്കട് പ്രഭുവിന് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് സയന്റിഫിക്കലി. അപ്പോൾ ഈ ടൈം ട്രാവലൊക്കെ നടത്തി ഇങ്ങേര് പാസ്റ്റിലുള്ള വിജയനെയും കൂട്ടിയിട്ട് വന്നിട്ട് അങ്ങേരുടെ എന്തോ മിസ്റ്റേക്ക് റെക്ടിഫൈ ചെയ്യുന്ന ഒരു പടമായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എല്ലാ ടൈം ലൈനിലും ഇയാൾ തന്നെയാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, അങ്ങനത്തെ എന്തെങ്കിലും ഉടായ്പൊക്കെയാണ് വിചാരിച്ചത്. ഇതൊന്നും അല്ലടോ, ഇത് ഭയങ്കര ടെംപ്ലേറ്റ് ആക്ഷൻ ഫാമിലി ഡ്രാമ ത്രില്ലർ റിവെഞ്ച് ഒരു പടം. അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ടീസ് ഉണ്ട്, അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അതായത് ഇപ്പോൾ ഒരു ഫാഷനാണല്ലോ ഒരു പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം ഒരു ഓപ്പൺ എൻഡിങ് കൊടുത്ത് ഇതിൻ്റെ പാർട്ട് ഒരു ചാൻസ് ഉണ്ടാക്കിയിടുക എന്നുള്ളൊരു പരിപാടി. അങ്ങനൊരു ഒരു സാധനം ഇതിൽ ലാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി കണ്ടപ്പോൾ സന്തോഷമായി. അങ്ങനത്തെ ഒരു പടം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കണ്ടോ. വിജയന് ഇഷ്ടമാണെങ്കിൽ സ്ക്രീനിൽ കണ്ടിരിക്കാനാണെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഘടകങ്ങൾ ഈ സിനിമയിലുണ്ട്. ബട്ട് അത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊരു ആസ് എ ഹോൾ ഒരു മൂവി എന്ന രീതിയിൽ ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് എക്സ്പീരിയൻസ് തന്ന 3 മണിക്കൂർ ലെങ്ത് ഉള്ള ഒരു സിനിമയാണ്. ഒരാവശ്യമില്ലായിരുന്നു 3 മണിക്കൂറൊക്കെ. ഞാൻ കൂടുതലൊന്നും പറയണില്ല. ശരി, അപ്പോൾ അടുത്ത പടത്തിൻ്റെ വിശേഷമൊക്കെ ആയിട്ട് വരാം, കാണാം.